ഹലോ, ഗുഡ് മോർണിംഗ്. പണ്ടൊക്കെ ഈ മഴക്കാലം തുടങ്ങിയാലും മുല്ലപ്പൂ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ അടുത്ത വീട്ടിലത്തെ താത്തയും കൂടിയിട്ട്, താത്തയാട്ടോ എന്നെക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട്, താത്ത മുല്ലപ്പൂ കറുത്ത് ഈ നമ്മുടെ തോർത്തുണ്ടിൻ്റെ നാരോ അല്ലെങ്കിൽ ഈ നമ്മുടെ വാഴനാരൊക്കെ എടുത്തിട്ട് മുല്ലപ്പൂ നന്നായിട്ട് കെട്ടിത്തരും. പിന്നെ ഞാൻ കുറച്ചും കൂടി വലുതായപ്പോൾ താത്ത കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ ആരാ എനിക്ക് മുല്ലപ്പൂ കെട്ടിത്തരാം എന്നുള്ളതിലിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ സൂചിയിൽ മുല്ലപ്പൂ കോർക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു കോർക്കൽ മെത്തേഡാട്ടോ അത്. പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊന്നല്ല കോർക്കുക. അന്നത്തെ കാലത്ത് ഓർക്കും എന്ത് രസമല്ലേ കുട്ടിക്കാലത്ത് മുല്ലപ്പൂവൊക്കെ കോർത്ത് സ്കൂളിലേക്കും അതേപോലെ കല്യാണങ്ങൾക്കൊക്കെ പോകാൻ വീട്ടിലുള്ള മുല്ലേനെ കോർത്ത് ഈ കാലായ ഇഷ്ടം പോലെ മുല്ല വീട്ടിലുണ്ടാവും കേട്ടോ. താത്തേനൊക്കെ ഇപ്പോൾ ഓർമ്മ വരികയാണ്. പിന്നെ താത്ത കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ താത്ത കുട്ടികൾ വന്നപ്പോൾ പിന്നെ ഞാൻ അവർക്ക് കോർത്തെടുക്കൽ തുടങ്ങി. ഇപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ കുറച്ചിട്ട് ഈ മുല്ലപ്പൂമാല, ഇപ്പം മുല്ലപ്പൂവൊന്നും വെക്കാൻ വലിയ താല്പര്യമില്ല. കുഞ്ഞു കുട്ടികളാകുമ്പോഴല്ലേ നമുക്ക് മുല്ലപ്പൂവൊക്കെ വെച്ച് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചൂടി നടക്കാനൊക്കെ താല്പര്യം. ഇപ്പം ഞാനിങ്ങനെ മുല്ല കോർത്തിട്ട് ഭഗവാന് വെച്ചെടുക്കും. വീട്ടിൽ തന്നെ ഉണ്ടാവണം മുല്ല കേട്ടോ, നല്ല മണമുണ്ട്. പിന്നെ അന്നൊക്കെ വള്ളിയിലുള്ള മുല്ലയാണ്. ഞാൻ മുത്തശ്ശനോട് ചോദിക്കും എന്തിനാ അതൊക്കെ വെട്ടിക്കളയെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇപ്പോൾ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, വള്ളിമുല്ല മാറ്റി കുറ്റിമുല്ല ചെടി എല്ലായിടത്തും വീട്ടിലെല്ലായിടത്തും കുഴിച്ചിട്ടിട്ട് ഇഷ്ടം പോലെ മുല്ല ഉണ്ടാവും. ഒരു 2 കുട്ടികൾക്കൊക്കെ ഉള്ള മുല്ലപ്പൂ നമ്മൾ വീട്ടിൽ തന്നെ എടുക്കാം കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ താത്താൻ്റെ കുട്ടികൾ എപ്പോഴും വന്നാൽ മുല്ലപ്പൂ വറുക്കാനും ഇതിനൊക്കെ ആയിട്ട് വരും. ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് കേട്ടോ ഇത്. ചെറുതായിട്ടൊന്ന് വട്ടിട്ട് ഒരു ഊരാക്കുടുക്കിട്ടിട്ട് ഒറ്റ വലി അത്രയും പണിയുള്ളൂ. പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ ചുറ്റിയിട്ട് എന്തൊക്കെ ഒരു പ്രത്യേക തരത്തിലാണ് മുല്ലപ്പൂ കോർക്കുക. നമുക്ക് നമ്മുടേതായ ഓരോ രീതി കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കിട്ടോ. സിമ്പിളാണ്. ജസ്റ്റ് ഒരു കെട്ടിടുക, അതിൻ്റെ ഉള്ളിൽ കൂടെ നൂല് വെച്ചിട്ട് ഒറ്റ വലി കൊടുത്താൽ മതി, അതവിടെ നിന്നോളും. സൂചിയിൽ കോർത്ത് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ കാണാനൊരു ഭംഗിയൊന്നുമില്ല അല്ലേ. ഇത് ഞാൻ നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ തലയിൽ വെക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹമാണ് മുല്ലപ്പൂ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ എന്നല്ലേ. വീട്ടിലെ മുല്ലപ്പൂള്ള ആൾക്കാരൊന്ന് പരീക്ഷ നോക്കണം കേട്ടോ. അതേപോലെ നമ്മളെ വീടിൻ്റെ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ മുല്ലപ്പൂ വെച്ചാൽ നല്ല മണം ഉണ്ടാവും, അതേപോലെ നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് അതന്നെ വീട്ടിൽ നിന്ന് എടുത്ത് ചൂടും ചെയ്യും. മഴക്കാലമായ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ, പറയുക വേണ്ട, അത്രയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ വീട്ടിലിങ്ങനെ വീടിൻ്റെ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മുല്ലപ്പൂ അമ്മ ഉണ്ടാക്കിയിട്ട് കുറേ പൂവൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ താത്താൻ്റെ കുട്ടികൾക്കാണ് ഇഷ്ടം പോലെ മുല്ലപ്പൂ, ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അവരിപ്പോഴും ഇങ്ങനെ വന്നാൽ ചേച്ചിയെ മുല്ലപ്പൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വരും, പിന്നെ മുല്ലപ്പൂമാല കോർത്തെടുക്കാനൊക്കെ. അപ്പോൾ ഭഗവാൻ വെച്ച് കൊടുത്താൽ എന്ത് മണം, മുറ്റത്തെ മുല്ല മണില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പിന്നെ മുല്ലപ്പൂ രാവിലേക്ക് നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, മുട്ട് എടുത്തിട്ട് കോർത്തിട്ട് അത് ഇത്തിരി വെള്ളം തളിച്ചേക്കും. അപ്പോൾ രാവിലേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടാവുന്നിട്ട് അത് ഭഗവാൻ വെച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യണേ.